ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു സ്ലീവ് ഡിസൈനിങ് വീഡിയോ ആണ്. വളരെ ഈസി ആയിട്ട് കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. ഞാനിവിടെ ചെയ്തിട്ടുള്ളത് ചുരിദാറിൻ്റെ സ്ലീവിലാണ്. സ്ലീവിലും നെക്കിലും ഒക്കെ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഏത് മെറ്റീരിയലിലും നമുക്ക് ചെയ്യാൻ പറ്റും. കോട്ടണിൽ, ഷിഫോൺ, ജോർജറ്റ്, സിൽക്ക് എല്ലാത്തിലും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ സ്ലീവ് ഡിസൈൻ ചെയ്യാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കിയാലോ. ഇത് 2mm ഗോൾഡൻ ബീഡ്സ് ആണ്. ഇത് നമുക്കൊരു മാല പോലെയാണ് വാങ്ങാൻ കിട്ടുക. ഒരു മാലയ്ക്ക് 10 രൂപയേ വരുന്നുള്ളൂ. ഇതിൽ തന്നെ പല ക്വാളിറ്റിയും വരുന്നുണ്ട്. ചിലത് പെട്ടെന്ന് തന്നെ ഫേഡായി പോകും, അതെടുക്കാതിരിക്കുക. അതല്ലെങ്കിൽ ഡെയിലി യൂസ് ചെയ്യുന്ന ഡ്രസ്സിലും ചെയ്യാതിരിക്കുക. ഇത് വന്നിട്ട് കുന്തൻ സ്റ്റോൺ ആണ്. ഇത് പല ഷേപ്പിലും കളറിലും സൈസിലും അവൈലബിൾ ആണ്. നമ്മുടെ ഡ്രസ്സിന് മാച്ച് അനുസരിച്ചിട്ട് നമുക്ക് വാങ്ങിക്കാം. ഇത് നമുക്ക് 10 ഗ്രാം 20 ഗ്രാം അങ്ങനെയൊക്കെ വാങ്ങിക്കേണ്ട കാര്യമുള്ളൂ. ഇനി അതല്ലെങ്കിൽ ബൾക്കായിട്ടും വാങ്ങിക്കാം. പിന്നെ ഇതുപോലുള്ളൊരു ഗ്ലൂ വേണം. ഇതിന് 25 രൂപയാണ് വരുന്നുള്ളൂ. പിന്നെ ഒരു മാർക്ക് ചെയ്യാനായിട്ടൊരു പെൻസിൽ വേണം. ഇതിന് 5 രൂപയാണ് വില വരുന്നത്. പിന്നെ വേണ്ടത് സൂചിയും നൂലുമാണ്. സൂചിയും നൂലും എടുക്കുമ്പോൾ നമ്മുടെ ബീഡ്സ് കയറി പോകുന്ന സൂചി വേണം എടുക്കാനായിട്ട്. സ്ലീവ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബീഡ്സ് വർക്ക് കഴിഞ്ഞതിന് ശേഷം സ്ലീവ്സ് അറ്റാച്ച് ചെയ്താൽ മതി. ഇതുപോലുള്ള ഫ്രെയിം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ സ്ലീവ്സ് ഇതിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാം. ഇനി ഇതില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. എന്നാൽ നെക്കിന് ഡിസൈൻ ചെയ്യാൻ ഇത് അത്യാവശ്യമാണ്. നല്ല ഭാഗത്താണ് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത്. ആദ്യം തന്നെ നമുക്ക് അടിഭാഗത്തായിട്ട് ഒരു 1/2 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ 3 ഇഞ്ച് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മടക്കി വയ്ക്കാം. കാരണം നമ്മൾ 3 ഇഞ്ചിലാണ് ഡിസൈൻ ചെയ്യുന്നത്. അതിനുശേഷം ഇപ്പോൾ നമുക്ക് ആ ഭാഗം സ്റ്റിച്ച് ചെയ്യേണ്ട. ലാസ്റ്റ് നമ്മളെ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി സ്ലീവിൻ്റെ താഴ്ഭാഗത്തെ റൗണ്ട് നോക്കാം. എനിക്കിവിടെ 10 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. എന്നിട്ട് ആ 10 ഇഞ്ചിൻ്റെ ഉള്ളിൽ 2 സൈഡിലായിട്ട് ഒരു 1/4 ഇഞ്ച് വീതം ഒരു മാർക്കിംഗ് കൊടുക്കാം. നമ്മൾ അത് വിട്ടിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നുള്ളൂ. ഇനി ആ 1/4 ഇഞ്ചിൽ നമുക്ക് ഇതുപോലെ സ്കെയിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഓരോ ഇഞ്ചിലും ഓരോ ഇഞ്ച് വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ആദ്യത്തെ 1 ഇഞ്ചിൽ മേലേക്ക് ഒരു 3 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തെ 1 ഇഞ്ചിൽ 2 ഇഞ്ചിലും പിന്നെ 3 ഇഞ്ച് 2 ഇഞ്ച് 3 ഇഞ്ച് 2 ഇഞ്ച് അങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. സ്ലീവിൻ്റെ എൻഡിലായിട്ട് ചുറ്റിലും നമ്മൾ ബീഡ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ചുറ്റിലും ലൈൻ ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ ലൈൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ബീഡ്സ് വെച്ച് കൊടുക്കാം. ഇനി സൂചി നൂല് എടുത്തിട്ട് എൻഡിൽ നമുക്ക് ഇതുപോലെ ഒരു കെട്ടിട്ട് കൊടുക്കാം. ഇനി ഉൾഭാഗത്ത് നിന്ന് സൂചി കുത്തി മേലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്കൊരു ബീഡ്സ് കോർത്തെടുക്കാം. ഇനി ഒന്നും കൂടി സൂചി താഴേക്ക് കൊണ്ടുപോകാം. എന്നിട്ട് ഇതുപോലെ തന്നെ ഒരു വട്ടം കൂടി ചെയ്യുക. അതിനുശേഷം താഴ്ഭാഗത്ത് കെട്ടിട്ട് കൊടുക്കാം. കെട്ടിട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഒന്നിച്ച് ബീഡ്സുകൾ കോർത്തെടുക്കാം.
ഇനി നമുക്ക് ഈ അറ്റം തുടങ്ങി ആ എൻഡ് വരെ നമുക്ക് ഫുള്ളായിട്ട് ഗ്ലൂ വെച്ച് കൊടുക്കാം. ശേഷം ഈ ലൈനിലൂടെ തന്നെ നമുക്ക് ബീഡ്സ് വെച്ച് കൊടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെരിഞ്ഞ് വളഞ്ഞൊന്നും പോകാതെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഒന്ന് വലിച്ചു പിടിച്ചിട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് നമുക്ക് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു അരമണിക്കൂർ അവിടെ ഇരുന്നിട്ടൊന്ന് ഉണങ്ങട്ടെ. അതിന് ശേഷം നമുക്ക് കെട്ടിട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് ഈ ലൈൻ ഫുള്ളായിട്ട് കെട്ടിട്ട് കൊടുക്കണം. രണ്ടാമത്തെ ബീഡ്സിൻ്റെ ഒരു സൈഡിൽ നിന്ന് സൂചി താഴെ നിന്ന് മേലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് മറ്റേ സൈഡിൽ ചെന്നിട്ട് സൂചി താഴത്തേക്ക് കുത്തി കൊടുക്കാം. അതായത് ഒരു സൈഡിൽ നിന്ന് സൂചി താഴെ നിന്ന് മേലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് മറ്റേ സൈഡിൽ സൂചി താഴത്തേക്ക് കൊണ്ടുവരിക. ഇങ്ങനെയാണ് നമുക്ക് ലോക്കിട്ട് കൊടുക്കേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ബീഡ്സുകൾ നല്ല സ്ട്രോങ് ആയി ഇനി പെട്ടെന്നൊന്നും ഇളകിപ്പോകില്ല. അതുപോലെ തന്നെ ഫുള്ളായിട്ട് നമുക്ക് ലോക്കിട്ട് കൊടുക്കണം. 2 ബീഡ്സിൻ്റെ ഗ്യാപ്പിലാണ് ചെയ്യേണ്ടത്. ഇനി ഇതുപോലെ തന്നെ ഓരോ ലൈനിലും നമുക്ക് ബീഡ്സ് വെച്ച് കൊടുക്കാം. ശേഷം ഗ്ലൂ വെച്ചിട്ട് ഡ്രൈ ആയതിനു ശേഷം ഓരോ 2 ബീഡ്സിൻ്റെ ഗ്യാപ്പിലും കെട്ടിട്ട് കൊടുക്കാം. ഇനി ഇതല്ലാതെ നമുക്ക് ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടും ബീഡ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഗ്ലൂവിൻ്റെ ആവശ്യം വരുന്നില്ല. എന്നാൽ ഇതാണ് ഈസി മെത്തേഡ്.
ഇനി നമുക്ക് സ്റ്റോൺസ് വെച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഗ്ലൂ ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ സ്റ്റോൺ വെച്ചിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.